ഇപ്പോൾ മന്ത്രി MP രാജേഷ് മാധ്യമങ്ങളെ കാണുന്നു. നിലപാട് അറിയിച്ചിരിക്കുകയാണ്. ഇത് ഒരിക്കലും കേരളം പൊറുക്കില്ല. ഇതിന് തിരിച്ചടി കൊടുക്കാനുള്ള അവസരം പാലക്കാട്ടെ വോട്ടർമാർക്കാണ് വരുന്നത്. വയനാട് ഉപതെരഞ്ഞെടുപ്പ് കഴിയാനാണല്ലോ കാത്തിരുന്നത്. അതിനുള്ള തിരിച്ചടി പാലക്കാട്ടെ വോട്ടർമാർ BJPക്ക് നൽകുക തന്നെ ചെയ്യും. ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തോടുള്ള ഈ പ്രതികാര നടപടി പ്രളയകാലത്ത് ആവർത്തിച്ചു. പ്രളയകാലത്ത് തന്ന അരിയുടെ വില ഈടാക്കി, രക്ഷാപ്രവർത്തനത്തിന് വന്ന ഹെലികോപ്റ്ററുകളുടെ ഇന്ധന വാടക ഈടാക്കി, UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സഹായിക്കാൻ മുന്നോട്ട് വന്നപ്പോൾ ആ സഹായം തട്ടിത്തെറിപ്പിച്ചു. കേരളത്തിന് കേന്ദ്രം നൽകേണ്ട സഹായം നൽകിയതുമില്ല. ഇങ്ങനെ ഓരോ നിർണായക ഘട്ടത്തിലും കേരളത്തെ പിന്നിൽ നിന്ന് കുത്തുന്നവരായി കേന്ദ്ര സർക്കാർ മാറിയിരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് പാലക്കാട്ടെ ഒരു വീട്ടിലും കയറി വോട്ട് ചോദിക്കാൻ BJP സ്ഥാനാർത്ഥിക്ക്, BJP പ്രവർത്തകർക്ക് കഴിയാത്ത തരത്തിൽ ജനങ്ങളിൽ നിന്ന് ചോദ്യവും പ്രതിഷേധവും ഉയരും. സർക്കാർ ഇപ്പോൾ തന്നെ ഹൈക്കോടതിയുടെ മുമ്പിൽ ഒരു കേസുണ്ടല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് കോടതിയുടെ മുമ്പിൽ ആ കേസ് പരിഗണനയ്ക്ക് വരുന്നുണ്ട് എന്നതാണ്. കോടതി തന്നെ ചോദിച്ചല്ലോ ഒരു ഘട്ടത്തിൽ കേന്ദ്രത്തോട് എന്താണ് സഹായം നൽകാത്തത് എന്ന്. എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. കോടതിയും അക്കാര്യം ചോദിച്ചു. അപ്പോൾ ഇക്കാര്യത്തിൽ രാഷ്ട്രീയവും നിയമപരവുമായിട്ടുള്ള എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കും. ജനങ്ങളെ ആകെ അണിനിരത്തും ഈ ക്രൂരമായിട്ടുള്ള വഞ്ചനയ്ക്കെതിരായി. ഈ വ്യാജ വോട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുന്നു. ഇതിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രദേശത്ത് അന്വേഷിച്ച് അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശം തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടറിനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇടപെടൽ പ്രത്യാശ നൽകുന്നതാണ്. ആയിരക്കണക്കിന് വ്യാജ വോട്ട് ഇവിടെ ചേർത്തിരിക്കുകയാണ്. CPMൻ്റെ ജില്ലാ സെക്രട്ടറി അതിൻ്റെ വിശദാംശങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. ഞാനിത് തുടക്കത്തിലേ പറഞ്ഞു. വ്യാജ ID കാർഡ് ഉണ്ടാക്കുന്ന ക്രിമിനൽ സംഘം യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ ID കാർഡ് ഉണ്ടാക്കിയവർ പാലക്കാട്ട് തമ്പടിച്ചിട്ടുണ്ട്. അതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇന്നിപ്പോൾ അത് ശരിയാണെന്ന് വന്നു. കാരണം ഇപ്പോൾ പുറത്തു വന്ന വിവരം അനുസരിച്ച് വ്യാജ വോട്ട് മാത്രമല്ല, വ്യാജ ID കാർഡുണ്ട്. വ്യാജ ID കാർഡ് വെച്ചിട്ടാണ് വോട്ട് ചേർത്തിട്ടുള്ളത്. അപ്പോൾ വ്യാജ ID കാർഡ് ഉണ്ടാക്കുന്നത് കുറ്റകരമാണ്. ഇന്ത്യയിൽ ഒരു പൗരന് ഒരു വോട്ടർ ID കാർഡേ ഉണ്ടാവൂ. രണ്ടാമതൊന്നുണ്ടെങ്കിൽ അത് വ്യാജമാണ്. വ്യാജമായി നിർമ്മിക്കുന്നത് ക്രിമിനൽ ഒഫൻസാണ്. നിർമ്മിച്ചവർ കുടുങ്ങും. ആരുടെ പേരിലാണോ നിർമ്മിച്ചിട്ടുള്ളത് അവർക്കതിൽ പങ്കാളിത്തമുണ്ടെങ്കിൽ ആ വോട്ടർ നിയമ നടപടി നേരിടേണ്ടി വരും. ഇപ്പോൾ BLOമാരും ഇക്കാര്യത്തിൽ ഒത്തുകളിച്ച BLOമാരെ നടപടി നേരിടേണ്ടി വരും. എന്തായാലും വ്യാജമായിട്ട് വോട്ടർ പട്ടികയിൽ കയറിക്കൂടിയ ഒരു വോട്ടറും വോട്ട് ചെയ്യാം എന്ന് പ്രതീക്ഷിക്കരുത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അത് ഉറപ്പുവരുത്തണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് UDF നടത്തുന്നത്. ഇത് കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതുവരെ ഇങ്ങനെ ഉണ്ടായതായിട്ട് കേട്ടിട്ടില്ല. വ്യാപകമായി വ്യാജ ID കാർഡ് ഉണ്ടാക്കുക, വ്യാപകമായി കള്ളവോട്ട് ചേർക്കുക, എന്നിട്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഈ നീക്കം തെരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസ്യത ഉറപ്പുവരുത്താൻ ചുമതലയുള്ള കമ്മീഷൻ ശക്തമായി തന്നെ ഇത് തടയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കമ്മീഷൻ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നടപടി സ്വാഗതാർഹമാണ്.